ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. എല്ലാവരും വിഷമത്തോടെ പുറത്തു നിൽക്കുകയാണ്. അതേസമയം കാർത്തി SIയെയും ബാക്കിയുള്ളവരെയുമൊക്കെ വിളിച്ച് വണ്ടിയുടെ നമ്പർ ട്രേസ് ചെയ്യാൻ സാധിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും സാധിച്ചിട്ടില്ലെന്നും അതൊരു ഫേക്ക് നമ്പർ ആയിരുന്നെന്നും അവർ പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് കൈമള് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. മുത്തശ്ശിക്ക് ഇതുവരെ എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം കുറഞ്ഞില്ലേ എന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾക്ക് മകൻ്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല മോളെ, അവള് ആകെ തകർന്നിരിക്കുകയാണെന്ന് കൈമള് പറയുന്നു. അതേസമയം ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ജയറാമിൻ്റെ മുറിവെല്ലാം ആഴത്തിലുള്ളതാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ ഡോക്ടർ തിരികെ ICUവിലേക്ക് കയറുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും. തുടർന്ന് ജഗദീഷ് പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ സംശയം സത്യമാവുകയാണെങ്കിൽ പിന്നെ ഒരു പോലീസും കോടതിയും ഒന്നും വേണ്ടി വരില്ല. അവരെ ഞാൻ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോളാം. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന സാവിത്രിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ കൂടെ പിറപ്പല്ലേ, എൻ്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാവിത്രി രാമഭദ്രനെ വിളിക്കുന്നു. സാവിത്രി, ഞങ്ങളൊക്കെ ആകെ വിഷമത്തിലാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാ ഡോക്ടർ പറയുന്നത്. ജയറാമേട്ടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാമഭദ്രൻ കോള് കട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മയും സാവിത്രിയും. എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം, എൻ്റെ ഭാഗം പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ എനിക്കാകും പണി കിട്ടുക എന്ന് സാവിത്രി മനസ്സിൽ പറയുന്നു. അങ്ങനെ സാവിത്രി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആകെ തകർന്ന് പൂജാമുറിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. എൻ്റെ മകനെ ഞാൻ ഇത്രയും നാളും അകറ്റി നിർത്തിയതിന് എൻ്റെ കൃഷ്ണ, നീ എന്നെ ഇങ്ങനെയൊന്നും ശിക്ഷിക്കരുത്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുത്തോ, എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരികെ തരണമെന്നൊക്കെ രാജലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തളർച്ചയോടെ സെറ്റിയിൽ വന്നിരിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. അതേസമയം ജയറാം തൻ്റെ അടുത്തേക്ക് വരുന്നതായും ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുന്നതായും രാജലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നു. രാജലക്ഷ്മി, ഞാനോ നീയോ വിളിച്ചാൽ തിരിച്ചു വരാത്തൊരു ലോകത്തേക്ക് നമ്മുടെ മകൻ പോയിരിക്കുകയാണ്. ഇനിയെങ്കിലും നിനക്ക് അവനോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് കൈമളിനെയും രാജലക്ഷ്മി അമ്മ കാണുന്നു. പിന്നീട് രാജലക്ഷ്മി അമ്മ കാണുന്നത് മീനാക്ഷിയാണ്. മുത്തശ്ശിക്ക് ഇനിയും എൻ്റെ അച്ഛനോട് ദേഷ്യമാണോ? എൻ്റെ അച്ഛനെ ഒന്ന് മോനെ എന്ന് വിളിച്ചുകൂടെ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മോനെ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് രാജലക്ഷ്മി അമ്മ. ഭഗവാനെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെ കൈവിടല്ലേ, കാത്തോണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ സാവിത്രിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. എന്തായി സാവിത്രി, നീയല്ലേ എപ്പോഴും എന്നെ കളിയാക്കാറ്, എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? ഇതല്പം കടന്ന കൈയായിപ്പോയി ഇന്ദ്രജെ, നീ ഇങ്ങനെ ആളെ കൊല്ലുമെന്നൊന്നും ഞാൻ കരുതിയില്ലെന്ന് സാവിത്രി പറയുന്നു. അയാളുടെ അവസ്ഥ എങ്ങനെയുണ്ട് ആ ജയറാമിൻ്റെ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് സാവിത്രി പറയുന്നു. കാഞ്ഞുപോട്ടെ, ഇവരൊന്നും ജീവിച്ചിരിക്കാനേ പാടില്ല. എന്താണെങ്കിലും ഗുണ്ടകൾക്ക് കാശ് കൊടുത്തത് ലാഭമായി. ഇത് വലിയ പ്രശ്നമാകും ഇന്ദ്രജെ. 2 കൊടുക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്താ സാവിത്രി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ്, അത് പിന്നെ ആരോ കൊട്ടേഷൻ കൊടുത്തതാണെന്നും വന്നു കുത്തിയത് ഗുണ്ടകളാണെന്നുമൊക്കെ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാർത്തി അച്ഛൻ പെങ്ങളാണെന്നൊന്നും ഇന്ദ്രജയെ കരുതില്ല. ഇതിൻ്റെ പിന്നിൽ ഇന്ദ്രജയാണെന്ന് കരുതിയാൽ കാർത്തി എന്തും ചെയ്യുമെന്നും സാവിത്രി പറയുന്നു. ഇന്ദ്രജയൊന്ന് കരുതിയിരിക്കാനാ ഞാൻ പറഞ്ഞതെന്ന് സാവിത്രി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇന്ദ്രജ പറയുകയാണ്, നീയാണ് കരുതിയിരിക്കേണ്ടത് സാവിത്രി. നിന്റെ ചേട്ടനെ കൊല്ലാനായി നിരന്തരം നീ തന്നെയല്ലേ എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ചെയ്തവനേക്കാൾ കുറ്റം ചെയ്യിപ്പിച്ചവനാണ് പ്രേരണാ കുറ്റം. ഇന്ദ്രജയെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് സാവിത്രി പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇന്ദ്രജ പറയുകയാണ്, നീ പറഞ്ഞതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഒന്നിച്ചു നിന്നാൽ നിനക്ക് കൊള്ളാം. എനിക്കിട്ട് പാര പണിയാൻ നോക്കിയാൽ ഒരുമിച്ച് ജയിലിലും പോകാം. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ കോള് കട്ട് ചെയ്യുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ടെൻഷനോടിരിക്കുന്ന എല്ലാവരെയുമാണ്. എൻ്റെ അച്ഛനോട് ആർക്കാ ഇത്ര ശത്രുതയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ലെന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ മീനാക്ഷിയെ നോക്കുന്നു. അതേസമയം നന്ദിനി മനസ്സിൽ പറയുകയാണ്, ഭഗവാനെ, എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.